പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ഈ ഭാവിയായ മനുഷ്യൻ, സത്യസന്ധനായ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വേദനയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ, അങ്ങയോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ഓ പരിശുദ്ധമേ, വചനം ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ച മറിയമേ, ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. അമ്മേ, പുത്രനെ ഗർഭം ധരിച്ച പരിശുദ്ധ മറിയമേ, അമ്മയുടെ വചനം, പുത്രൻ്റെ വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ ജ്വലിക്കുവാൻ അമ്മ രക്തക്കണ്ണീരൊഴുക്കി മധ്യസ്ഥം യാചിക്കണേന്നും ഈ വചനം കേട്ടുകൊഴിക്കുന്ന ഓരോ മകനെയും മകളെയും പുത്രൻ്റെ നാമത്തിൽ സമർപ്പിച്ച് അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലവും ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമേ, കൃപാസനമേ, വല്ലാടമേ, നിസ്സമാതാവേ, വചനം മാംസമായി ഗർഭം ധരിച്ചവളെ, നിന്നെ ഞങ്ങൾ വണങ്ങുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അങ്ങ് അമ്മ അപേക്ഷിക്കണമേ. ആമേ. നമുക്ക് വചനം കേൾക്കാം. ഇത് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം സങ്കീർത്തനം 51 അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദാവീദ് രാജാവ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ 51 സങ്കീർത്തനം മുഴുവനും. ഇത് ഓരോ മനുഷ്യരുടെയും കുടുംബജീവിതത്തിലുള്ളതാണ്. ദാവീദും ഒരു കുടുംബജീവിതം നയിച്ചവനാണ്. അവൻ ഒരു പാപം ചെയ്ത് കർത്താവിൽ നിന്നും അകന്നു പോയപ്പോൾ നാഥാനിലൂടെ അവിടുന്ന് സംസാരിച്ചു. നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ ഭവനത്തിൽ നിന്നും വാൾ ഒഴിഞ്ഞു പോകുകയില്ല. വേദനകരമായ സംസാരമായിരുന്നു ആ ഭവനത്തിൽ നടന്നത്. ഹല്ലേലൂയ. അതിനെ കേൾക്കാം. സങ്കീർത്തനം 51:1. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, ദയ തോന്നണമേ. എന്ത് മനോഹരമായ പ്രാർത്ഥനയല്ലേ. ദൈവമേ, അവിടുത്തെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്. പാപം ചെയ്തു, പക്ഷെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന. യേശുനാഥനിലേക്ക് നമുക്കൊരു നിമിഷം അത് നോക്കാം. ആരാണ് യേശുനാഥൻ? സ്വർഗീയ പിതാവിന്റെ പുത്രനാണ്. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അരുളി ചെയ്ത പിതാവിന്റെ പൊന്നോമനക്കുട്ടനായ യേശുനാഥൻ. പാപം ഇല്ലാത്തവനെ പാപമാക്കി പിതാവുമാക്കി. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി സ്വന്തം പുത്രനെ പാപബലിയായി മാറ്റി. പിതാവ് സ്നേഹമാണ്.
യേശുനാഥൻ ഏറ്റെടുത്തു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി. ഈ ലോകത്തിലെ ഒരു കുടുംബം, ഒരു മകനും ഒരു മകളും നഷ്ടപ്പെട്ടു പോകാതെ പുത്രനിലൂടെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവിടുത്തെ ഏകജാതനായ പുത്രനെ നമ്മൾക്കായി, അതും ഗോതമ്പപ്പമായി മുന്തിരിച്ചാറായി അവന്റെ ശരീരവും രക്തവും നമുക്ക് രക്ഷയായി മാറി. എന്തൊരു വലിയ കൃപയാണല്ലേ! ഏതെങ്കിലും ഒരു മതത്തിലുണ്ടോ ദൈവത്തിന്റെ ശരീരം ഭക്ഷിക്കുന്ന? ഏതെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു മതമുണ്ടോ? ഏതെങ്കിലും ഒരു പുസ്തകമുണ്ടോ അങ്ങനെ എഴുതിയാക്കണം? ഒരു പുസ്തകവും ഇല്ല. ഒറ്റ പുസ്തകമേ ഉള്ളൂ. അത് ദൈവമായ കർത്താവിന്റെ ഈ ബൈബിൾ വചനമാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. നമ്മളെല്ലാം എന്തുമാത്രം ഭാഗ്യമുള്ളവരാണല്ലേ! സൃഷ്ടാവിന്റെ ശരീരം ഭക്ഷിക്കാന്ന് പറയുമ്പോൾ ഇതിലും വലിയ അനുഗ്രഹവും കൃപയും ഇനി എന്തിനാ? ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്ന മക്കളാണ് എല്ലാവരും. എല്ലാ മതക്കാരും, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധമതം, ചൈന മതങ്ങൾ, പല മതങ്ങളും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പ്രാർത്ഥിക്കുന്ന മതങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശരീരം ഭക്ഷിക്കുന്ന ഒരൊറ്റ മതമേ ഉള്ളൂ. അത് ക്രിസ്ത്യൻ മതമാണ്. അവന്റെ അടുക്കൽ വരുന്ന ആർക്കും യേശുനാഥന്റെ ശരീരം ഭക്ഷിക്കാം. പക്ഷേ അവനോട് ചേരണം. ജ്ഞാനസ്നാനം സ്വീകരിച്ച് മാത്രമേ യേശുനാഥന്റെ ശരീരം ഭക്ഷിക്കാൻ അർഹതയുള്ളൂ. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ ആരാധന. രണ്ടാം വാക്യം: എന്റെ അതിക്രമങ്ങൾക്ക് ശേഷം കഴുകിക്കളയണമേ, എന്റെ പാപത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ, മോചിപ്പിക്കണമേ. തെറ്റ് ചെയ്താൽ അത് മോചനം തരേണ്ടത് ദൈവമായ കർത്താവാണ്. ദൈവമായ കർത്താവാണ്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ദൈവമായ കർത്താവിന്റെ അരികിലേക്ക് ചെല്ലണം. അവന്റെ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ കണ്ണീര് കൊണ്ട് അവന്റെ പാപം കഴുകണം. എന്നിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പോകണം. അവിടെ നിനക്ക് പാപമോചനം തരും. എന്ത് വലിയ പാപമായിക്കോട്ടെ, അവിടെ നിന്ന് ക്ഷമിക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ! മൂന്നാം വാക്യം: എന്റെ അതിക്രമങ്ങൾക്ക് ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ കൺമുമ്പിൽ ഉണ്ട്. ദാവീദ് ഒരു പാപം ചെയ്തു അല്ലേ? എല്ലാവരും കേട്ടിട്ടുള്ള അറിയുന്നുണ്ടാവും. ഞാൻ ക്ലാസ് എടുത്തതാണത്. എന്തായിരുന്നു ആ പാപം? ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ അവന്റെ സ്വഭാവം പെട്ടെന്ന് മാറി. അവൻ കൊട്ടാരത്തിന്റെ മുകളിൽ ഉലാത്തുകയായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നിന്നിട്ട്. അപ്പൊ അവന്റെ കണ്ണ് സുന്ദരിയായ ഒരു സ്ത്രീയുടെ മേൽ നോക്കുന്നു. രണ്ട്, അവൾ കുളിക്കുന്നത് ഇവൻ കാണുന്നു. അവൾ കുളിക്കുന്നത്, സോപ്പ് തേച്ച് കുളിക്കുന്നത് ഇവൻ നോക്കി കാണുന്നു. മൂന്ന്, അവളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുന്നു. നാല്, അവൻ ആരാണെന്ന് അവൻ തിരക്കി. അഞ്ച്, ഊറിയായുടെ ഭാര്യയാണെന്ന് അവൻ അറിഞ്ഞു. ആറ്, കുഴപ്പമില്ലെന്ന് അവന് തന്നെ തോന്നി. ഏഴ്, ഓസിയ 5:4, വ്യഭിചാര ദുർഭൂതം അവന്റെ കണ്ണുകളിലൂടെ ഹൃദയത്തിലേക്ക് കയറി അവളെ നശിപ്പിക്കാൻ അവൻ പിരിവിട്ടു. ഹല്ലേലൂയ! ആ പാപം എപ്പോഴും അവന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. അതാണ് അവൻ പറയണത്. അതാ മൂന്നാം വാക്യത്തിൽ പറയണത്, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്, ഞാൻ മറന്നിട്ടില്ല. അങ്ങേക്കെതിരായി
അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. ദാവീദിന്റെ പ്രാർത്ഥനയാണ് കേട്ടോ. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നമ്മുടെയും ജീവിതത്തിൽ ഇതുണ്ട്. കർത്താവിനെതിരെ നമ്മൾ ചെയ്യുന്ന ഓരോ പാപം നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കാതെ ആ പാപം യേശുനാഥൻ ഏറ്റെടുക്കുകയില്ല. അഹങ്കാരത്തോടെ തന്റെ ഇടത്തോടെ ഞാനത് ചെയ്തു പോയി, ക്ഷമിക്കണം എന്നല്ല പറയേണ്ടത്, പശ്ചാത്തപിക്കണം. ഇവൻ പറയണ കണ്ട, അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്തൊക്കെയാണ് പറയണെന്ന് നോക്കി. അങ്ങേക്കെതിരായി, വീണ്ടും രണ്ടാമത് പറയുന്നത് അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയല്ല അവൻ ചെയ്തു. ആ സ്ത്രീയോടല്ല പറയണത്. പാപം പുറത്ത് ക്ഷമിച്ച് വരം തരാനുള്ള ദൈവമായ കർത്താവിന്റെ മുമ്പിലാണ് ദാവീദ് രാജാവ് അപേക്ഷിക്കുന്നത്. ഞാൻ പറയും, ഇതൊരു കുമ്പസാരമായിട്ടാണ് ദൈവമായ കർത്താവ് അവനെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതായിരിക്കണം ഓരോ ഭാര്യ ഭർത്താക്കന്മാരുടെയും മക്കളുടെയും പാപം മറച്ചു വെച്ച്, പാപം ഒളിച്ചു വെച്ച്, പാപം ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് നെളിഞ്ഞു നടക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുക, നിനക്ക് പാപത്തിന്റെ ശിക്ഷ വരുന്നതേയുള്ളൂ. അതിൽ നിന്നും ഏറ്റുമാറണം, ഇറങ്ങിപ്പോണം. പറഞ്ഞ് കർത്താവിന്റെ പഴുതുള്ള തൃപ്പാദം കഴുകണം. അവന്റെ കണ്ണീര് കൊണ്ട് കഴുകണം. കണ്ണീര് വരുന്നില്ലെങ്കിൽ നിന്റെ പാപത്തിന് നീ പശ്ചാത്തപിക്കുന്നില്ല. ഒരു വ്യക്തി കുമ്പസാരക്കൂട്ടിൽ വൈദികനോട് പാപം ഏറ്റുപറഞ്ഞ് ആ വൈദികൻ തരുന്ന പശ്ചാത്തലം അല്ലെ, ചില 3 സർവീസിനായ 3 പറഞ്ഞ് അങ്ങനെ തരും. അത് നീ മുട്ടുകുത്തി ചൊല്ലിക്കഴിയുമ്പോൾ, സമർപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അല്പം വേദന വരുന്നില്ലെങ്കിൽ നിനക്ക് പാപമോചനം. അങ്ങനെ വന്നാൽ നീ അവിടെ കണ്ണീരൊഴുകും, തന്നെ കണ്ണീര് വരും. തന്നെ അറിയാണ്ട് നമ്മൾ കരഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വിചാരിച്ചു കൊള്ളുക, കർത്താവിന്റെ കരം നിന്റെ മേൽ വന്നിട്ടുണ്ട്. നിനക്ക് പാപമോചനം, ദണ്ഡമോചനം ലഭിച്ചു കഴിഞ്ഞു. അത് വല്ലാതെ നീ വക്രബുദ്ധിയായിട്ട് ഇങ്ങനെ കട്ടും പിടുത്തം പിടിച്ചാണ് നീ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുർബാനയുടെ സമയത്ത് നിനക്ക് പാപമോചനം കിട്ടിയിട്ടില്ല. പഴയ സഹോദരി, നീ വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കണം. കർത്താവേ, എന്തുകൊണ്ട് എനിക്ക് പശ്ചാത്താപം വരുന്നില്ല? ചെയ്തുപോയ പാപത്തെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് മനസ്സറിക്കുന്നില്ലെന്നുള്ള ചോദ്യം ദൈവമായ കർത്താവിനോട് ചോദിക്കണം. 4-ാം വാക്യം, അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. എന്തൊക്കെയാണ് പറയണെന്നൊക്കെ 4-ാം വാക്യത്തിൽ, അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമേറ്റതുമാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. 5-ാം വാക്യം, പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴും ഞാൻ പാപിയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായപ്പോഴേ പാപം ചെയ്തു ഞാൻ പാപിയാണ്. നോക്കിയേ, അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ ഞാൻ പാപിയാണെന്നാണ് ദാവീദ് രാജാവ് പറയുന്നത്. പുറത്ത് വന്ന് നീന്തി ഇരുന്ന് നടന്ന് 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പാപം ചെയ്തതെന്നല്ല പറയണത്. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ പാപിയാണെന്നാണ് ദാവീദ് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. കർത്താവിനോട് പറയണം, ഞാനൊരു പാപിയാണ്,
എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ പാപിയാണ്. കർത്താവേ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ. കുർബാനയ്ക്ക് മുമ്പേ നീ പശ്ചാത്തപിക്കണം. അപ്പോൾ കുർബാനയുടെ മെയിൻ പോയിന്റിലേക്ക് വരുമ്പോഴേ നിന്റെ കണ്ണീര് ധാരയായി ഒഴുകാൻ തുടങ്ങും. നീ അറിയാണ്ട് ഏങ്ങി കരയും. അവിടെ നിനക്ക് പാപമോചനം കിട്ടിക്കഴിഞ്ഞു. അത് നീ കരഞ്ഞിട്ടില്ല ഇന്ന് വരെ. കുമ്പസാരിച്ചിട്ട് ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണീര് വീണ്ടില്ലെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ പാപം നിന്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം, പശ്ചാത്തപിക്കണം. അത് നീ വൈദികന്റെ അടുത്ത് കുമ്പസാരക്കൂട്ടിൽ പറയാണ്ട് മറ്റുള്ള പാവങ്ങൾ പറഞ്ഞ് നീ മുട്ടുകുത്തി എഴുന്നേറ്റ് ആശീർവാദം വെച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കരം വന്നിട്ടില്ല. കർത്താവിന്റെ കരം നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണിൽ നിന്നും കണ്ണീര് പൊഴിഞ്ഞിരിക്കും. നീ അറിയാണ്ട് എത്ര ദുഷ്ടനായ മനുഷ്യനായിക്കോട്ടെ അവിടെ കരയാൻ കണ്ണീരൊഴുകാൻ കണ്ണീര് നിർത്താൻ പറ്റില്ല. ഏങ്ങി കരയും പാവത്തെ ഓർത്ത്. അതാണ് അനുതാപം, അതാണ് പശ്ചാത്താപം. അപ്പൊ നമ്മൾ യേശുനാഥന്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇല്ലെങ്കിൽ മൂക്കിൽ പഞ്ഞി വെച്ച് കഴിഞ്ഞാൽ നീ പോകുന്ന നിന്റെ ആത്മാവ് എവിടെയാണെന്ന് നീ തന്നെ ചിന്തിക്കും. എന്തുകൊണ്ട് എനിക്ക് അനുതാപം വരുന്നില്ല? എന്തുകൊണ്ട് ഈ പാവത്തെ കുറിച്ച് എനിക്ക് പശ്ചാത്തപിക്കാൻ പറ്റുന്നില്ല? അവനോട് പറയണം. ഹല്ലേലൂയ. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ അനാവശ്യമായി നോക്കിയാൽ തന്നെ നീ പാപം ചെയ്തു പോയി. പറയണം, കർത്താവേ, ഞാനിങ്ങനെ അങ്ങേക്കെതിരായി പാപം ചെയ്തൊരു സ്ത്രീയെ ആസക്തിയോടെ ഞാൻ നോക്കി എന്ന് പറയണം. കർത്താവ് എന്താ പറയണേ? ഈ ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കിയാൽ മതി, നീ അവളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു, പാപം ചെയ്തു കഴിഞ്ഞു. നീ ചെയ്തില്ല, നോക്കിയുള്ളൂ. നോക്കിയേ, കർത്താവിന്റെ മുമ്പിൽ അങ്ങനെ വന്നെന്നുള്ളത് ആ ചിന്ത അതാണ് പാപമാക്കി നമ്മളെ മാറ്റുന്നത്. ഹല്ലേലൂയ. 6-ാം വാക്യം. ഹൃദയ പരമാർത്ഥത്തോടെയാണ് അങ്ങേനെ ആഗ്രഹിക്കുന്നത്. ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ജ്ഞാനമില്ലാണ്ടൊക്കെ കുറെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ. എന്തോരം പഠിച്ചിട്ടും വിജയം കിട്ടുന്നില്ല. ഫൈനൽ എക്സാം പരീക്ഷ എഴുതുന്ന സമയത്ത് തോറ്റുപോകുന്നു. മാതാപിതാക്കളുടെ പാവമാണ്. അത് മക്കളിലേക്ക് കയറി അടിക്കും. മാതാപിതാക്കൾ ചെയ്യുന്ന ഓരോ പാവത്തിന്റെ ശിക്ഷ അത് തലമുറയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് വിടുതൽ അത്യാവശ്യമാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഒരു വ്യക്തി എനിക്ക് 1-ാം സ്ഥാനം തന്ന് പശ്ചാത്തപിച്ച് എന്റെ വഴിയിലൂടെ നടന്നാൽ 1000 തലമുറ വരെ ഞാൻ പശ്ചാത്തപിക്കുന്നില്ലെങ്കിലോ 1000 തലമുറ വരെ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നരകാഗ്നിയിലേക്ക് എറിയപ്പെടും. 7-ാം വാക്യം ദാവീദ് പ്രാർത്ഥിക്കുന്നു, ഈ സോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ. ഈ സോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ എന്ന കർത്താവിന്റെ മുമ്പിൽ ദാവീദ് രാജാവിന്റെ പ്രാർത്ഥന വളരെ വ്യക്തമായി നിതാപത്തോടെയുള്ള കണ്ണീരോടെയുള്ള ഈ പ്രാർത്ഥന കർത്താവ് കേൾക്കില്ലേ? കേൾക്കും. 100% അവൻ കേൾക്കും. കാരണം അവൻ പൂർണ്ണ ദൈവമാണ്. നമ്മുടെ പാവങ്ങൾ ഏറ്റെടുത്തവനും കൂടിയാണ്. നമ്മുടെ പാവങ്ങൾ ഏറ്റെടുത്തിട്ട് അവൻ വാങ്ങിയ അടി, ചത, തുപ്പല്, മുൾക്കിടം, ഇരുമ്പാണികളാൽ കയ്യിലും കാലിലൊക്കെ അടിച്ച് ചിക്കൻ പോലെ കളഞ്ഞില്ലേ കർത്താവിന്റെ ശരീരം? എന്നാലോചിച്ച് നമുക്ക് താങ്ങാൻ പറ്റുമോ? കർത്താവ് താങ്ങി. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി. പിതാവിന്റെ ഇഷ്ടം എന്തായിരുന്നു? ഒരുവൻ പോലും നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപുത്രനെ ഞാനൊരു ബലിയാക്കി മാറ്റി. നിങ്ങളുടെ പാപം അവന്റെ മേൽ
ചുമത്തി കർത്താവ് ഏറ്റുവാങ്ങി. കർത്താവ് ഏറ്റുവാങ്ങി. കാണാൻ പറ്റും നമുക്ക്. ഇത്രയൊക്കെ ചെയ്തിട്ട് 7 പ്രാവശ്യം നമ്മുടെ ദൈവമായ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ജീവനോടെ, ദാഹത്തോടെ, കണ്ണീരോടെ, വേദനയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ആദ്യത്തെ പ്രാർത്ഥന? എല്ലാവരും ഇത് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് യേശുനാഥന്റെ ശിരസിൽ മുൾക്കിടമണിഞ്ഞവർക്ക് വേണ്ടിയും അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവർക്ക് വേണ്ടിയും ചമട്ടികളാൽ ചാട്ടവറകളാൽ അടിച്ച് പുറം മുറുക്കിയവർക്ക് വേണ്ടിയും ഭാരമേറിയ കുരിശിൻ ചുമന്ന് 1-ാം സ്ഥലം 2-ാം സ്ഥലം 3-ാം സ്ഥലം വീഴുമ്പോഴും ചാട്ടവടികളാൽ വീണ്ടും പൊക്കിയെഴുന്നേൽക്കുന്നവർക്ക് വേണ്ടിയും കുറ്റം വിധിച്ചവർക്ക് വേണ്ടിയും യേശുനാഥനെ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയും കുരിശിൻ ചുവട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി യേശുനാഥൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്തുമാത്രം നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്, എന്തുമാത്രം അല്ലെ, എന്തുമാത്രം സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, എന്തുമാത്രം സ്നേഹമാണ് പുത്രനായ യേശു നമ്മളോട് കാണിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. മഞ്ഞിന്റെ കളർ എന്താണ്? വെള്ളയിൽ വൈറ്റ്, വെള്ള പോലെ ഇരിക്കുന്നു. കാർമേഘം വരുമ്പോഴേ അതിന് ഇച്ചിരി കളർ വ്യത്യാസം വരുള്ളൂ. അതുപോലെ ആകുമെന്ന് ദാവീദ് രാജാവ് പറയുമ്പോൾ നമുക്കും അത് പറയണം. എങ്ങനെ? ദാവീദ്, നീ ഞങ്ങളെ കഴുകണമേ, ഒരു തുള്ളി തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, യേശുവേ കഴുകണമേ എന്ന് നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്നെ കഴുകും. കണ്ണീരിന് വില കൊടുക്കും. കണ്ണീര് കണ്ടവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവൻ കരഞ്ഞു കുരിശിൽ കിടന്നിട്ട്, ഏലി ഏലി ലമാ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? ഈ ഒരു പ്രാർത്ഥന നമ്മളോട് കർത്താവിനോട് ചോദിക്കണം. കർത്താവേ, ഞാൻ പാവം ചെയ്തു, പാവിയാണ്, എന്നെ കൈവിടരുതേ, കൈവിടരുതേ, ദുർബലനാണ്, അനുഗ്രഹിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, പറയണം. പറയുമ്പോഴേ അത് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ യേശു പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. അപ്പൊ നീ പറയും, ഞാൻ കുമ്പസാരിക്കുന്നുണ്ടായിരുന്നു, എല്ലാ മാസവും കുമ്പസാരിക്കുന്നുണ്ട്, ശരീരം ഭക്ഷിക്കുന്നു. അപ്പൊ യേശു എന്ന് പറയുന്നത് അറിയാമോ? മനുഷ്യ, നീ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല, കടന്നു പോകൂ എൻ്റെ കൺമുമ്പിൽ നിന്ന്. കാരണം നിരവധിയായ പാവങ്ങൾ നിന്റെ ഹൃദയത്തിൽ നീ ഒളിച്ചു വെച്ച് കണ്ണീരോടെ കർത്താവിന് മുമ്പിൽ പശ്ചാത്തപിക്കാതെയൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കണ്ടില്ലെന്ന് പറയും, അറിയില്ലെന്ന് പറയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഓരോ കുർബാനയിലും നീ കണ്ണീര്. കുർബാനയുടെ ശക്തി അത്ര ഭയങ്കരമാണ്, നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരാൾക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല. നോക്കുകുത്തിനെ പോലെ കുർബാനയിൽ വന്നിരുന്നുകൊണ്ട് പോണ വ്യക്തികളാണ് മുഴുവൻ. വളരെ ചുരുക്കം പേരെ അനുദപിക്കണം. നിന്റെ ശ്രദ്ധ, നിന്റെ ബുദ്ധി, നിന്റെ മനസ്സ്, നിന്റെ ഓർമ്മ ആ 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരത്തെ കുർബാനയിലാണോ അല്ലേന്ന് നീ ചിന്തിച്ചു നോക്ക്. എവിടെയായിരുന്നു? പശ്ചാത്ത വെച്ചാണോ ആസയിലും ബിലാസയിലും ചെയ്തു പോയ അപരാധങ്ങളും ഭാവങ്ങളും പൊറുക്കണേ എന്ന് സമർപ്പിച്ചിട്ടുണ്ടോ? നോക്കണം. ദാവീദ് പറയുന്നത് കണ്ട, എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായി മാറും. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നെ സന്തോഷത്തിനാക്കണമേ, സന്തോഷത്താൽ നിറയ്ക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. അസ്ഥികൾ തകർന്നു പോകും. പാവം ചെയ്ത് 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 അത് പറയാണ്ട് അനുതാപമില്ലാണ്ട് നമ്മൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, മാരക രോഗങ്ങളൊക്കെ വരണതിൻ്റെ കാരണം നിന്റെ പാപമാണ്. പാപം ഏറ്റുകളഞ്ഞ് എളിമപ്പെട്ട് മനസ്സാന്തരപ്പെടുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ രോഗം എടുത്ത് മാറ്റണ്ട. അതറിയാൻ കണ്ടിട്ടില്ലേ?
ലക്ഷങ്ങൾ മുടക്കുന്നിടത്ത് ഒരു ചില്ലി കാശ് കൊടുക്കാണ്ട് നിന്റെ രോഗം പൂർണ്ണമാക്കി സൗഖ്യം തരുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് നിനക്കത് സംഭവിച്ചു? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. എഴുതി വെക്കണം ചെയ്തു പോയ പാപം. അത് ഓർത്ത് ഓർത്ത് പശ്ചാത്തപിച്ച് കരയുമ്പോൾ പൂർണ്ണ സൗഖ്യമാക്കി നിന്നെ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാക്കി മാറ്റും ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. വീണ്ടും പറയണം 9-ാം വാക്യം, എന്റെ പാപങ്ങളിൽ നിന്നും മുഖം മറയ്ക്കണമേ. എന്റെ പാപങ്ങളിൽ നിന്നും അങ്ങ് മുഖം മറയ്ക്കണമേ. എന്റെ അകത്യങ്ങൾ മായ്ച്ചു കളയണമേ. ഞാൻ ചെയ്തു പോയ പാപങ്ങൾ അങ്ങ് ഓർക്കരുതേ. അവിടെ നിന്ന് മുഖം മറയ്ക്കണമേ. ഞാൻ പാപിയാണ്. എന്റെ അതിക്രമങ്ങൾ, ചെയ്തുപോയ അപരാധങ്ങളും പാവങ്ങളും അതിക്രമങ്ങളും മായ്ച്ചു കളയണമേ, മായ്ച്ചു കളയണമേ. പാവം ചെയ്തു പോയി കർത്താവേ എന്ന് പശ്ചാത്താപത്തോടെ പറയണം. പ്രിയ സഹോദരി സഹോദര, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നിന്നെ ഭാര്യ ഭർത്താവ് ഒന്നാക്കി മാറ്റിയവന്റെ മുമ്പിൽ ഭാര്യ വെറുപ്പോടെ ഒരു ഗ്ലാസ് വെള്ളം നീ ഭർത്താവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീ കർത്താവിന്റെ മുമ്പിൽ എണ്ണി എണ്ണി പറയേണ്ടി. ഭർത്താവേ, ഭാര്യയുടെ മുമ്പിൽ നീ പാപം ചെയ്ത് അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റാണ്ട് തുള്ളിച്ചാടി നടന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് തന്ന നിന്റെ ജീവിത പങ്കാളി എവിടെ? അവളെ നീ എന്താണ് ചെയ്തത്? ഇത്തരം പറയണം നമ്മൾ. സ്ത്രീയായാലും കൊള്ള, പുരുഷനായാലും കൊള്ള, ഭാര്യയായാലും കൊള്ള, ഭർത്താവായാലും കൊള്ള, കണക്ക് കൊടുക്കേണ്ടി വരും. പശ്ചാത്തപിക്കണം. പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. പാപം ചെയ്യും, അതിന് മോചനമുണ്ട്. അതിനാണ് നമ്മുടെ ദൈവമായ കർത്താവ് കാൽവരി ക്രൂശിൽ 3 കാര്യപാളികളിൽ 6 മണിക്കൂർ നേരം വേദന സഹിച്ച് ബലിയായി മാറിയത്. ആ പാപം നമ്മളെ എടുത്തിട്ടാണ് അവൻ മരിക്കുന്നത്. നമ്മൾ പാവങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ വീണ്ടും നമ്മുടെ പാപമോചനം തരുന്നുണ്ട് കർത്താവ്. അത് അനുഭവിക്കണം. ഹല്ലേലൂയ. പറയണ്ട, എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. 10-ാം വാക്യം, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ക്രൂരത വിറഞ്ഞ ഹൃദയം എടുത്തു മാറ്റി നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ തരണമേ. നമ്മളെല്ലാവരും പാവം ചെയ്യും. പാവം ചെയ്യാതെ ജീവിക്കാനേ പറ്റില്ല. ഈ ഭൂമിയിൽ 70-80 വയസ്സ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പാവം ചെയ്യാണ്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കും ജീവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ മോചനമുണ്ട്. 7 പ്രാവശ്യമല്ല, 70 പ്രാവശ്യം. കൂട്ടി വയ്ക്കേ, 70 പ്രാവശ്യം. എത്ര പ്രാവശ്യമായി? 7 എന്നുള്ളത് 70 പ്രാവശ്യം എന്ന് പറയുമ്പോ കൂട്ടം പറയാം. അത്രയും വരെ ക്ഷമിക്കണം എന്നാണ് ശിഷ്യന്മാരോട് ദൈവമായ കർത്താവ് പറഞ്ഞത്. അത് നമ്മളോടും പറയും. ഹല്ലേലൂയ. അഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. ദൈവമായ കർത്താവ്, ഇത് നമ്മൾ ആഗ്രഹിക്കണം. അങ്ങയുടെ മുമ്പിൽ നിന്നും, അങ്ങയുടെ കൺമുമ്പിൽ നിന്നും, അങ്ങയുടെ ബലിയിൽ നിന്നും, കുർബാനയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. യേശുനാഥ, അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ മറത്തിരുന്ന് അരുളി ചെയ്ത പൊന്നു തമ്പുരാനെ, എന്നോട് കരുണ തോന്നണമേ, ദയ തോന്നണമേ. ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി, ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയണം. തള്ളിക്കളയരുതേ യേശുവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്ത് കളയുകയും വരുതേ. എന്താ? പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയും. പരിശുദ്ധാത്മാവ് വന്നപ്പോഴാ മാമോദീസയിലൂടെ നമ്മുടെ അടുത്തേക്ക് പരിശുദ്ധാത്മാവിനെ പുത്രനായ യേശു തന്നിട്ടുണ്ട്. അതും എടുത്തു കളയും. പാവം മൂത്ത് കുരങ്ങ് പോലെ ആകുമ്പോഴത്തേനും കർത്താവ് പിൻവലിക്കും പരിശുദ്ധാത്മാവ്.
അതാണ് ദാവീദ് പറഞ്ഞത്, എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ അങ്ങ് എടുത്ത് കളയരുത്. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും വീണ്ടും തരണമേ. എന്താണ് അങ്ങയുടെ രക്ഷയുടെ സന്തോഷം? എന്താ രക്ഷയുടെ സന്തോഷം? ജീവിക്കാൻ അനുഗ്രഹിച്ചുള്ള ദൈവപിതാവിന്റെ പുത്രന്റെ രക്ഷ, അത് എനിക്ക് വീണ്ടും തരണമേ എന്ന് യേശുനാഥനോട് ദാവീദ് രാജാവ് പറയുമ്പോൾ നമ്മളും അത് പറയണം. ഹല്ലേലൂയ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ, താങ്ങണമേ. ഒരുക്കമുള്ള ഹൃദയം, ദൈവമേ, എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് ഒരു നവചൈതന്യം, ഒരുക്കമുള്ളൊരു ഹൃദയം, ഒരുക്കമുള്ളൊരു ആത്മാവ് എനിക്ക് നൽകണമേ. താങ്ങണമേ, താങ്ങണമേ എന്ന് പറയണം. എന്നെ താങ്ങണമേ. കാരണം പാപനിമിത്തം താങ്ങാൻ പറ്റാണ്ട് നിൽക്കുന്ന എന്നെ താങ്ങണമേ എന്നുള്ള ആ പ്രാർത്ഥന നമ്മൾ ശ്രമിക്കണം. അപ്പോൾ 13-ാം വാക്യം, അപ്പോൾ അതിക്രമങ്ങളെ ഞാൻ അങ്ങയുടെ വഴി പഠിക്കും. അപ്പോൾ അതിക്രമങ്ങളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. എന്താ? പാപം ചെയ്ത് പാപത്തിൽ നിന്ന് മോചനമില്ലാണ്ട് വരുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരും, തിരിച്ചു വരും. രക്തപാതകത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. രക്തമായ പാദത്തിൽ പാപം മൂത്ത് ചുമം കടുപ്പായിട്ടിരിക്കണല്ലേ. നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതാകുന്ന കർത്താവ് പറയണത്, ഇവിടെ പറയണതുണ്ട്, എന്റെ പാപം രക്തമെങ്കിലും ആയ പോലെ എന്നെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നുണ്ടല്ലോ. നമ്മൾ ധ്യാനം കൂടെ ആരാധിക്കുക, ചിലപ്പോൾ സ്തുതിക്കാൻ പറയും. സ്തുതിക്കുമ്പോൾ നമ്മൾ ഈ പാവങ്ങളെ ഏറ്റി പറഞ്ഞ് അങ്ങോട്ട് സ്തുതിക്കണം. കൈയും പൊക്കി സ്തുതിക്കണം. അല്ലാതെ വെറുതെ ഹാലടെ 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 അങ്ങനെ പറയുന്നത്. കർത്താവേ, ഞാൻ അങ്ങേക്കെതിരായി പാവം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ. ഭാര്യയോട് ഞാൻ ചെയ്തു പോയ പാവങ്ങൾ അവരാരും ക്ഷമിക്കണേ. എൻ്റെ മക്കളോട് ചെയ്തു പോയ പാവങ്ങൾ ക്ഷമിക്കണേ. ഓരോ പാവങ്ങളും വിളിച്ച് ആര് കേട്ടാലും കുഴപ്പമില്ല. എന്നൊക്കെ കിട്ടേണ്ടത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്, കർത്താവിൻ്റെ കരമാണ്. ജീവന്റെ വെളിച്ചം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അവിടെ പറയുമ്പോൾ എഴുന്നള്ളിരിക്കുന്ന ഈശോ അവിടെ നിന്ന് ഇറങ്ങി വെളിപ്പെടുത്തി വെറുതെ സ്തുതിച്ചുകൊണ്ടിരുന്നാ പോലെ പറയണം. തെറ്റുപറ്റിപ്പോയി അപ്പൊ നിനക്ക് മനസ്സാന്തരം ഉണ്ടാവും. അവിടെയാണ് നിനക്ക് മനസ്സാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. ഉച്ചത്തിൽ പ്രകീർത്തിക്കണം. ഉണ്ടോ? ഉച്ചത്തിൽ തൊണ്ട അടയണ പോലെ പ്രകീർത്തിക്കണം. 15-ാം വാക്യം, കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ. ഉണ്ടോ? കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ. അധരങ്ങൾ ജ്വലിക്കണം. കർത്താവിനെ ആരാധിക്കുമ്പോൾ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ മുൻപിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ അവിടെ സ്തുതിക്കുന്ന സമയത്ത് അധരങ്ങൾ ജ്വലിക്കണം. ഹല്ലേലൂയ. എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. എന്താ ഞാൻ പറഞ്ഞത് എത്ര കൃത്യമാണെങ്കിൽ, എന്റെ നാവ് അങ്ങയോട് സ്തുതികൾ ആലപിക്കും. സ്തുതിക്കുമ്പോഴാണ് നമ്മുടെ പാവങ്ങൾ വിട്ടുപോകുന്നത്. ചില കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് കൈ ഉയർത്തി സ്തുതിക്കുന്നൊക്കെ അവിടെ വൈദികനോ പ്രവാചകൻ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കൈയും കെട്ടി നിൽക്കുന്നവരെ കാണാൻ പറ്റും. അത് അവന്റെ പാപം ഒന്നും കൂടി അങ്ങോട്ട് മുറുകയാണ് അങ്ങോട്ട് കട്ടും ചുമപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒന്നും കൂടെ മുറുകി പിടിക്കണം. കൈ ഉയർത്തി സ്തുതിക്കില്ല, അതരങ്ങൾ ചൊലിക്കില്ല. കൈ ചിലപ്പോ ഒന്നവൻ പിരിച്ചു പിടിക്കും. ഉണ്ടില്ല, എന്നാലും സ്തുതിക്കില്ല. ഇഷ്ടപ്പെടുത്തണം. അതൊക്കെ ഭയങ്കര ക്രൂരമായ പാവമാണ് അവരുടെ ഹൃദയത്തിൽ വേണ്ടത്. കർത്താവിനെ സ്തുതിക്കണം. സ്തുതിക്കുമ്പോഴാണ് നമ്മൾക്ക് പാപമോചനം ദണ്ഡമോചനം കിട്ടണം. സ്തുതിക്കണം. കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് സ്തുതിക്കണം. സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോഴാണ് പാപമോചനം വേണത്, കണ്ണീര് വരുന്നത്, പാപത്തെക്കുറിച്ച് അനുതാപം ഉണ്ടാകുന്നതൊക്കെ സ്തുതിക്കുമ്പോഴാണ് വരുന്നത്. സ്തുതിക്കുമ്പോൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടില്ല. സ്തുതിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡമോചനം കിട്ടും. കർത്താവ് നമ്മളെ തൊടുന്ന അനുഭവം ഉണ്ടാവും. സ്പർശിക്കും കർത്താവ്. അതല്ലാണ്ട് കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഉണ്ടാണ്ട് നോക്കുകുത്തിനെ പോലെ ഇങ്ങനെ മുട്ടുകി നിന്നിട്ട് ഒരു കാര്യമില്ല. സ്തുതിക്കണം, സ്തുതിപ്പിക്കണം. അവരെ കൊണ്ട് സ്തുതിപ്പിക്കണം. കൈയട്ടിച്ച് പാടാൻ പറയുമ്പോൾ, പാട്ട് പാടുമ്പോൾ കൈയട്ടിച്ച്
പാട്ട് പാടണം. കൈ എങ്ങനെ അടിക്കേണ്ടതെന്ന് അറിയാമോ? പാവം ചെയ്യാനായിട്ട് നമ്മുടെ കൈക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ പാവം ചെയ്തതുപോലെ തന്നെ നിന്റെ കരം കർത്താവിന്റെ മുമ്പിൽ അട്ടിക്കണം. അട്ടിക്കുന്ന അടിയിൽ നമ്മുടെ കൈ, ഉള്ളം കൈ പൊട്ടണം. അതുപോലെ അട്ടിക്കുമ്പോഴാണ് കർത്താവ് കണ്ണു തുറക്കുന്നത്. പൊട്ടക്കണ്ണനായ ഒരുത്തൻ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. യേശു പോയി, നീ അവിടെ കിടന്ന് വിളിക്കാൻ പറഞ്ഞു. നിന്റെ പാവം നീ അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. യേശു പോയി. അപ്പൊ അവൻ എഴുന്നേറ്റ്, എല്ലാവരും പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് ചാട്ടി എഴുന്നേറ്റിട്ട് അവൻ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേന്ന് അവൻ കരഞ്ഞു. ഒച്ചാന്റെ സ്വരമൊക്കെ മാറാൻ തുടങ്ങി. കാരണം അവനറിയാം ഇനി രക്ഷയില്ലെന്ന്. അപ്പൊ എഴുന്നള്ളിരിക്കുന്ന യേശുനാഥന്റെ നമ്മൾ കെട്ടിപ്പിടിക്കണം. ഇടരുത്, മറ്റുള്ളവരെ നോക്കരുത്. മറ്റുള്ളവരേക്ക് നോക്കുമ്പോൾ സാത്താൻ കയറി നിന്നെ അവന്റെ കൂടെ നിന്റെ അടുത്തേക്ക് കയറി. ശ്രദ്ധിക്കാണ്ട് കർത്താവിന്റെ മുമ്പിൽ വെറുതെ മുട്ടുകുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ശ്രദ്ധിച്ച് മാത്രമല്ല, കർത്താവിനെ ദേവാലയത്തിൽ ബലിപീഠത്തിൽ എഴുന്നള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ സ്തുതിച്ച് പാട്ട് പാടി കരങ്ങളടിച്ച് മഹത്വപ്പെടണം. തുണി ഉലിഞ്ഞു പോകും. ദാവീദിനെ പോയിട്ടുണ്ട്, അങ്ങനെ കാണാൻ പറ്റുമല്ലോ. എന്തുകൊണ്ടാ? അവനറിഞ്ഞില്ല തുണി ഉലിഞ്ഞു പോയത്. ഇത്ര മഹത്വമായിട്ട് അവൻ സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. വൈദികനാകാനും കൊള്ളാം. സ്തുതിക്കാനും കഴിവില്ലാത്ത വൈദികൻ കർത്താവിന്റെ മുമ്പിൽ പാവം ചെയ്യാൻ. എത്ര കർത്താവിന്റെ മുമ്പിൽ ബലിയർപ്പിച്ചാലും കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഏത് വൈദികനായാലും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ വൈദികന്റെ നാവ് അങ്ങോട്ട് നീളണം. കർത്താവിനെ സ്തുതിക്കാൻ പറയണം. പാടി സ്തുതിക്കാൻ പറയണം. അത് പറയില്ല ചില വൈദികന്മാർ. നോക്കുകുത്തിയായിട്ട് മനുഷ്യരെ പോലെ തന്നെ ഇങ്ങനെ നിൽക്കും. കുറ്റം പറയണമല്ല, കുറ്റം പറയാൻ പാടില്ല. 115 സങ്കീർത്തനം വച്ച് എൻ്റെ അഭിഷക്തനെയും പ്രവാചകനെയും തൊട്ട് വരുന്നത് കർത്താവ് വാടി നിർത്തും. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, വേദന കൊണ്ട് പറയണതാണ്. കർത്താവിനെ എഴുന്നള്ളി വെച്ചിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തിട്ടാ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ വായു വല്ലത് തെറിയല്ലേ? ശ്രദ്ധിച്ചാലല്ലേ ആ തെറി വിട്ടുപോകുള്ളൂ. ശ്രദ്ധിച്ചാലല്ലേ വേണ്ടാത്ത വർത്തമാനങ്ങൾ വായിൽ നിന്ന് വിട്ടുപോകുള്ളൂ. അത് കടും പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതൊന്നും കൂടെ വേര് പിടിച്ച് പ്രസവിക്കുന്നത്. അത് മനസ്സിലാകണില്ല ആർക്കും. ബലിപീഠത്തിൽ കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം. പാട്ട് പാടുമ്പോൾ തപ്പ് കൊട്ടി കിന്നാര പാടി സ്തുതിക്കപ്പെടണം. നിന്റെ അത്തരങ്ങളിൽ നിന്നും നീ ചെയ്തു പോയ അപരാധങ്ങളും പാവങ്ങളും നിന്റെ കണ്ണിൽ നിന്നും പോകണതും കരത്തിൽ നിന്നും പോകണതും വായിൽ നിന്നും വരാത്ത വേണ്ടാത്ത വർത്തമാനങ്ങളും മദ്യപിശാചങ്ങൾ വിട്ടുപോകണത് കർത്താവിന്റെ മുമ്പിൽ സ്തുതിക്കുമ്പോഴാണ്. സ്തുതിക്കാണ്ട് നീ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാലല്ലേ സ്തുതിക്കുള്ളൂ. അത് കൺട്രോൾ ചെയ്യണ. ആ ബലിപീഠത്തിൽ നിൽക്കുന്ന ആരും അങ്ങനെ പറയുന്നില്ലെങ്കിൽ പാവപ്പെട്ടവരാരും സ്തുതിക്കില്ല. ആ പാവം അങ്ങോട്ട് തന്നെ കയറി വരികയും ചെയ്യും. കർത്താവ് പാവം അങ്ങോട്ട് തന്നെ കയറി, അവരുടെ പാവം കൂടി ഈ സന്ദേശം കൊടുക്കുന്നവരുടെ മേത്തേക്ക് വരും. സ്തുതിച്ച് മഹത്വപ്പെടുത്തണം കർത്താവിനെ. കർത്താവിനും വളരെ ഇഷ്ടമാണ്. ഓശാന പാടി ജനങ്ങൾ വരുന്നില്ലേ? കർത്താവ് കഴുതപ്പുറത്തിരുന്നുണ്ട്. അപ്പൊ എന്നിട്ടാ പറഞ്ഞേ? ഒരു കൂട്ടം ജനം മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു കർത്താവിനോട്. ജനത്തോട് പറഞ്ഞില്ല, യേശുനാഥനോട് പറഞ്ഞു ഇവരോട് മിണ്ടാണ്ടിരിക്കുക, ചെവി കേൾക്കട്ടെ, നിശബ്ദമായിട്ട് പോകാൻ പറഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞേ? വചനം വായിക്കണം. ഇവര് ആർത്തു പാടി ഈ കല്ലുകൾ പ്രകൃതിയും കിടന്നിട്ട് ആർത്തുവിടുമെന്ന് പറഞ്ഞു. മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ ഇവര് ശ്രദ്ധിച്ച് എന്നെ മഹത്വപ്പെടുത്തില്ലെങ്കിൽ പിന്നെ ആരാ? ഒരു മിണ്ടാണ്ടിരുന്നിടയിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞതാണ് പറ്റുന്നത്. ഹല്ലേലൂയ. 16-ാം വാക്യം, ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല, ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. കണ്ട, കർത്താവിനെ ആരാധിച്ച് എഴുന്നള്ളിച്ച് വെച്ചിട്ട് ബലി അർപ്പിക്കണില്ലേ? ആരാണ് ബലി അർപ്പിക്കുന്നത്? ഇവിടെ പറയണ നോക്കിയേ, ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല, ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. പറ്റും 51-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ എഴുതി വെച്ചേക്കണത് ഒരു 100 പ്രാവശ്യം ഇത് വായിക്കണം. കർത്താവിനെ സ്തുതിക്കണ്ടെന്ന് പറയണ ആര് തന്നെ ആയാലും, മാർപ്പാപ്പയാണെങ്കിലും ഈ വചനം എടുത്ത് വായിക്കണം 100 പ്രാവശ്യം. അപ്പൊ അതിന്റെ പൊരുൾ അറിയാൻ പറ്റും എന്താണെന്ന്. 1 പ്രാവശ്യം വായിച്ചാൽ 10 പ്രാവശ്യം വായിച്ചാൽ കിട്ടില്ല. 100 പ്രാവശ്യം വായിക്കണം. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല, ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഇതങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് എന്തുകൊണ്ടിങ്ങനെ വന്നത്? എന്തുകൊണ്ടിങ്ങനെ പറയുന്നത്? എന്താണ് 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 കർത്താവേ എന്ന്
വായിച്ച് 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 വീണ്ടും 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 ധ്യാനിക്കണം. അപ്പം മനസ്സിലാവും കർത്താവിന്റെ സ്വരം നീ കേൾക്കും എന്താണെന്ന്. പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. വീണ്ടും പറയണുണ്ട് 17-ാം വാക്യത്തിൽ, ഉരുകിയ മനസ്സ്. ഉരുകിയ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടണം. മിണ്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പാപം ഒന്നും കൂടി മുറുകും, ഒന്നും കൂടി അങ്ങോട്ട് മുറുകും. സ്തുതിക്കുമ്പോഴാണ് ആ പാപം വിട്ടുപോകുന്നത്. ശരീരം മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതായിട്ട് മാറുന്നത്. അപ്പൊ പറയണുണ്ടോ, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ബലി, കുർബാന, ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കയില്ലേ. നമ്മളൊന്നും ആലോചിച്ച് നോക്കിയേ, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കർത്താവിനെ ബലിപീഠത്തിൽ എഴുന്നള്ളിച്ച് വെച്ചേക്കും. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ണു ഇങ്ങനെ നോക്കിയിരിക്കുക. ശ്രുതിക്കണമില്ല, ഒന്നുമില്ല. പാട്ട് പാടുന്നുണ്ട് അവിടെ, ചിലപ്പോൾ ജപമാല ഇടുന്നുണ്ടാവും. ശ്രുതിവില്ല, കൈതാളം അടിച്ചുള്ള പാട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഫലം കിട്ടിയൊന്നൊന്നും അന്വേഷിക്കുന്നുണ്ടാവും, അറിയില്ല. ഇന്ന് വലുതും കിട്ടി, അല്ലെങ്കിൽ ഒന്ന് സാക്ഷ്യം പറയുന്നത് വലുതും വലുതും നടക്കണ്ട. നമ്മുടെ ദേവാലയത്തിലൊക്കെ നടക്കുന്നതൊന്നും നോക്കി നീ കണ്ടേ വേറെ ദേവാലയത്തിലേക്ക് വാ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് കേൾക്കണ സഹോദരന്മാരെ, ഗ്രൂപ്പിലൊക്കെ ഇടുന്നവരെ, ആലുവ ചൂണ്ടി എന്ന സ്ഥലത്ത് സ്നേഹാലയം എന്ന് ഇപ്പൊ തുടങ്ങിയിരിക്കണതാണ്. 2-3 മാസങ്ങൾ മലയാറ്റൂർ പള്ളിയിൽ ഉണ്ടായിരുന്ന വൈദികനാണ്. അവിടെ എല്ലാ വെള്ളിയാഴ്ചയും 9 മണി മുതൽ 2 മണി വരെ ആരാധന, സ്തുതിപ്പ്, കൈതാളം. അവിടെ ഒന്ന് വന്നു നോക്കും. അവിടെ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച നിങ്ങൾ വന്നു നോക്കും അവിടെ എന്താ സംഭവിക്കുന്നത്. ആദ്യം ഞാൻ പോയിരുന്നു. ഞാൻ ആദ്യത്തെ പുള്ളിക്കാരത്തിന് പോയിരുന്നു. ഇപ്പൊ 2-3 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ടത്. ആള് കൂടി വരുന്നവൻ വേഗം പെട്ടെന്ന് പിന്നെ ഇപ്പൊ നിറഞ്ഞു വിടാം. ഭയങ്കര ജനമാണ്. നോക്കിയേ, നമ്മുടെയൊക്കെ ദേവാലയത്തില് 11 ദിവസം, 12 ദിവസം, 10 ദിവസം നോവേന പാട്ട്, എന്തൊട്ട് നോവേനയും പാത്രം വീട്ടിൽ ചെല്ലിയാ പോരെ. ഒരു കാര്യമില്ല. അവിടെ വെറുതെ വന്നിരിക്കാൻ നോക്കുകൂത്തീനെ പോലെ അവിടെ പോവാം. ഒരു ഉണ്ണിയപ്പം നിന്നിട്ട് പോവാം. ഞാൻ കാര്യം കണ്ട കാര്യമായിട്ട് പറയും. കർത്താവിനെ ബലിപീഠത്തിൽ എഴുന്നള്ളിച്ച് വെച്ചോ, സ്തുതിച്ച് മഹത്വപ്പെടണം. അവിടെ ജനം കൂടും, മക്കൾ വരും, വരാത്ത മക്കൾ വരും. അത് ദേവാലയത്തിലൊക്കെ വലിയ പിള്ളേരൊക്കെ വരുന്നുണ്ടാ. നിർബന്ധിച്ച് എന്നതാണ് പറയൊക്കെ, വരാൻ പറ്റില്ല, ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട്. അങ്ങനെയൊന്നുമല്ല ഞാൻ കണ്ടാക്കണ പല സ്ഥലത്തും. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടണം. അല്ലാണ്ട് നമുക്ക് രക്ഷ എന്ന് പറയണത് ഉണ്ടാവില്ല. ഹല്ലേലൂയ. അങ്ങ് പ്രസാദിച്ചു. യേശുവേ നന്ദി. അങ്ങ് പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ബലിപീഠത്തിൽ എഴുന്നള്ളിക്കുന്ന ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടണം. ചാപ്പലുണ്ട്, ചാപ്പൽ അല്ലെ, പല സ്ഥലത്തും കർത്താവിനെ 24 മണിക്കൂറും എഴുന്നള്ളിക്കുന്നത്. അവിടെ സ്തുതിക്കാൻ പറ്റില്ല. അവിടെ നമ്മള് നിശബ്ദമായിരിക്കണം, പ്രാർത്ഥിക്കണം. അവിടെ പ്രാർത്ഥിക്കണം. അവിടെ കർത്താവ് ഉണ്ട്, അകത്തുണ്ട്, യോസിയിലുണ്ട്. പക്ഷെ ബലിപീഠത്തിൽ, കുർബാന അർപ്പിക്കുന്ന ബലിപീഠത്തിൽ യേശുവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജനം ശുദ്ധിച്ചു മഹത്വപ്പെടണം. അപ്പുകൂടി. അപ്പൊ രോഗങ്ങളൊക്കെ വിട്ടുപോകും, ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വിട്ടുപോകും. കർത്താവ് സ്പർശിക്കും, കർത്താവ് തൊടും, അനുഭവം ഉണ്ടാവും. വീണ്ടും വീണ്ടും അങ്ങോട്ട് വരാനുള്ള ദാഹം ഉണ്ടാവും. ഇവിടെ ദാഹമുള്ളത് ആർക്കെങ്കിലും? നിത്യാരാധന ചാപ്പലിൽ മാത്രമേ സ്തുതിക്കാൻ പാടില്ല. നിശബ്ദമാണ് അവിടെ. ബലിപീഠത്തിൽ എഴുന്നള്ളിക്കുന്നിടത്ത് സ്തുതിക്കണം, സ്തുതിച്ച് മഹത്വപ്പെടുത്തണം കർത്താവിനെ. അത്യാവശ്യമാണത്. ഹല്ലേലൂയ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ടം, വീണ്ടും പറയേണ്ട, ബലികളിലും ദഹന ബലികളിലും, സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും. സ്തുതിച്ച് മഹത്വപ്പെടുത്തിയിട്ട് ആരാധിച്ച് മുമ്പിട്ട് കഴിഞ്ഞ് പുലി അർപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് പ്രസാദിക്കും. പ്രസാദിക്കുന്നുണ്ടാ കുർബാനയിലൊക്കെ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുവൈറ്റില് 10-30 വർഷം ഉണ്ടായതാ. അവിടെ അഹമ്മദി എന്ന് പറയുന്ന സ്ഥലത്ത് ലേഡി അറേബ്യൻ മാതാവിന്റെ പള്ളിയാണ്. ഗൾഫ് കൺട്രിയിൽ വെച്ചിട്ട് ദണ്ഡമോചനം കൊടുത്താക്കണ പള്ളിയാണ് അത്. അവിടെ എല്ലാ മാസവും ആരാധനയുണ്ട്. 1 മണി മുതൽ 2 മണി വരെ ഉള്ളൂ. 1 മണിക്കൂറുള്ളൂ ആരാധന.
എന്താ ജനം എന്നറിയാമോ? എവിടെ നിന്നൊക്കെയാണ് വന്നതെന്നറിയാമോ? 1 മണിക്കൂറേ ഉള്ളൂ. ആരാധനയും ശ്രുതിക്കും പാട്ടും ഭയങ്കരമാണ്. ഭയങ്കര കൃപയാണ്. ഒന്ന് അന്വേഷിച്ച് നോക്ക്. 1 മണി മുതൽ 2 മണി വരെ, ചിലപ്പോൾ 12:30 മുതൽ 2 മണി വരെ. അതിനു മുമ്പൊക്കെ പല ടീമുകൾ ഇങ്ങനെ വരെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വരെയുണ്ട്. ഓരോ ഭാഷക്കാരാണ്. മലയാളത്തിൽ 12:30 മുതൽ 1 മണി 2 മണി വരെ വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഹിന്ദിയാണ്. ഞാൻ എല്ലാ മാസവും പോകുമായിരുന്നു. വന്ന കൃപയുണ്ടല്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര ഇതാണ്, അത്ര കൃപയാണ്. 1 മണിക്കൂറെ സ്തുതിച്ച് ഭാഗപ്പെടുന്നു. പള്ളി നിറച്ച ആളാണ്. 1 മണിക്കൂർ നോക്കിയേ. 52 ഡിഗ്രി 50 ഡിഗ്രി ചൂടില് കൊച്ചി കൈകുഞ്ഞുങ്ങളായിട്ട് ഈ ആരാധനയ്ക്ക് വരണമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ വരുന്നുണ്ടാ? എവിടെയെങ്കിലും പള്ളിയിൽ നിങ്ങൾ തന്നെ കാണും. ഞാനിതിനെ കണ്ടുകൊണ്ട് കണ്ടതാ. നിർദ്ദിഷ്ട ബലികളും ദഹന ബലികളും സമ്പൂർണ്ണ ബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. കാളകൾ എന്ന് പറയുന്ന മനുഷ്യരെയാണ്. പിന്നെ കുർബാന സമർപ്പിച്ച് അർപ്പിക്കുമ്പോൾ അവിടെ അനുഭവമായിട്ട് മാറും. എന്നിട്ട് യേശുവിന്റെ ശരീരം ഭക്ഷിച്ചു കാണിക്കുക. അതൊരു അനുഗ്രഹമായിട്ട് മാറാതിരിക്കില്ല. എന്തുകൊണ്ട് വരുന്നില്ല? അവനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നില്ല. അവന്റെ പാപത്തിൽ തന്നെ അവനോട് ഇരിക്കും. മദ്യത്തിൻ്റെയൊക്കെ പിശാചി വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. ആ മദ്യം കഴിച്ച നാവ് അങ്ങോട്ട് പാറി വിളിക്കുമ്പോ മദ്യം പുകവലി ഒക്കെ വിട്ടുപോകും. ഇത് ഒന്നും കൂടി വളമിട്ട് കൊടുക്കുന്നവിടെ. വളമിട്ട് കൊടുത്ത് അവിടെ വളർത്തിക്കൊണ്ടേയിരിക്കണം. പിന്നെ അവനൊരു രോഗിയായി പോകും. അങ്ങോട്ട് മരിച്ചു. ആരും അറിയില്ല. എന്റെ പാവം ആർക്കായിരിക്കണത്? ചുമന്നോളം പോകും. കർത്താവ് പഠിപ്പിച്ചോളും. യേശുവേ നന്ദി, യേശുവേ നന്ദി. വിശുദ്ധ പരമാദിവ്യകാരുണ്യശയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. വിശുദ്ധ പരമാദിവ്യകാരുണ്യശയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അവയെ മരിയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ. ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാൽ എൻ ഹൃദയം കവിയുന്നു.